ഏറെ സ്നേഹമുള്ളവരെ, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവിനെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും. കർത്താവിന്റെ സ്വരം കേൾക്കും. സങ്കീർത്തനം 55:16 തിരുവചനം. കർത്താവ് വേദനിക്കുന്നവരെ കാണുന്ന ദൈവമാണ്. അവിടുന്ന് രക്ഷിക്കും. അതുകൊണ്ടാണ് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല എന്ന് 51 സങ്കീർത്തനം 17 തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഗ്യാസ് ചേംബറിലേക്ക് നാസി സൈന്യം നയിച്ച ജനത്തിൽ ബോണിഫർ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു അനുവാദം ചോദിച്ചു, വിശുദ്ധ ഗ്രന്ഥം കൂടി ചേംബറിലേക്ക് കൊണ്ടുപോകാൻ. അനുവാദം ലഭിച്ചു. തന്റെ വിശുദ്ധ ഗ്രന്ഥം മാറോട് ചേർത്ത് വെച്ചാണ് അദ്ദേഹം മരിച്ചത്. നമ്മുടെ വേദനയുടെ ഘട്ടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വായിക്കുക. നമുക്ക് ഉത്തരം ലഭിക്കും. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ വചനങ്ങളാണ്. അത് സ്വന്തമാക്കണം. നാം വേദനയിൽ തുറന്നു വായിക്കണം. പ്രിയപ്പെട്ടവരെ, സെന്റ് അഗസ്റ്റിന്റെ ജീവിതത്തിൽ എടുത്തു വായിക്കുക എന്നൊരു സ്വരം കേട്ടാണ് അദ്ദേഹം ആദ്യമായി ബൈബിൾ തുറന്നത്. അതിൽ ഇങ്ങനെ വായിച്ചു. റോമാലേഖനം 13:11 തിരുവചനം, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഈ വചനമാണ് അദ്ദേഹത്തെ മനസ്സാന്തരപ്പെടുത്തിയത്. ഇന്ന് അദ്ദേഹം വിശുദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കുക, വിശുദ്ധ ഗ്രന്ഥം പഠിക്കുക, വിശുദ്ധ ഗ്രന്ഥം ജീവിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.